ഇവിടെ സത്യത്തിൽ ഈ ദിവസം ഓർക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒട്ടേറെ പേരുകളുണ്ട്. നമ്മളിവിടെ പറഞ്ഞു പോയല്ലോ, ഇപ്പോൾ ഏലിയാസ് ജോണിൻ്റെ ആയാലും ബിഷപ്പ് സൂസേപ്പാക്യത്തിൻ്റെ ആയാലും ഒക്കെ പേരുകൾ. അതുപോലെ അവിടെ വേറെ ഒത്തിരി പേർ ഈ പ്രസ്ഥാനമൊക്കെയായി മുന്നോട്ട് വന്ന് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി രംഗത്തെത്തിയ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഈ ഘട്ടത്തിൽ വിസ്മരിക്കപ്പെടുകയാണ്. അവിടെ പകരം ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ സജീവമായ രാഷ്ട്രീയ ചർച്ചയുടെ ഒരു വേദിയായി അത് മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വൈശാലിയിൽ നമ്മൾ കാണുന്നില്ലേ, വൈശാലി അങ്ങ് പോകുന്നു, പകരം മറ്റേ രാജാവിൻ്റെ മകൾ ആ റോൾ എടുക്കുന്നു. അതുപോലെയാണ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആ റോൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം രാജാവിൻ്റെ ഏറ്റവും എന്താണ് അദ്ദേഹത്തിൻ്റെ ആൾ അവിടെ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്താണ് അനന്തരാവകാശി എന്ന മട്ടിൽ അവതരിപ്പിക്കാവുന്ന ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്ന മട്ടിൽ ഞാൻ എല്ലാവരും ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു. ഇപ്പോൾ BJPയുടെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഗ്രഹിച്ചാൽ ഇപ്പോൾ എന്താണ് തെറ്റ്? അവിടെ മുഖ്യമന്ത്രി ഇരിപ്പില്ലേ? അല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ്? അവിടെ മുഖ്യമന്ത്രി ഇരിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവ് ശശി തരൂർ ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അവരാരും ആലോചിക്കുന്നില്ല. അവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, അവിടെ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം BJPയുടെ പ്രതിനിധികളല്ലേ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് ഏക പ്രതിനിധിയായി അവിടെ ഉണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹമാണെങ്കിൽ ഈ മുൻഗാമികളെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട്, ഇപ്പോൾ കുമ്മനം രാജശേഖരനെയൊക്കെ ബഹുകാതം പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ ആ വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങുകയും ചെയ്തു. അതൊരു വിചിത്രമായ കാഴ്ചയാണ്. ഒരുപക്ഷെ കേരളം ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് എല്ലായ്പ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിലും പുതിയ കാലത്ത് ആളുകളെ ഈ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിലും ഒക്കെ നമ്മൾ പറയുമല്ലോ, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായാൽ ഗംഭീരമായി കത്തിക്കയറി പോകുന്നു. ഇനി ഈ പറയുന്ന വരാഹിന്നോ അങ്ങനെ ആ കമ്പനിയാണല്ലോ എന്താണ്ട് ഇവർ PR പരിപാടികളൊക്കെ നോക്കുന്നതെന്നുള്ളതാണല്ലോ ആരോപണം. അപ്പോൾ ഈ വരാഹി പറഞ്ഞു കൊടുത്ത ഒരു ഇടപാടാണോ അവിടെ കയറി നേരത്തെ കയറി വരാഹിക്ക് രാഹുൽ ഗാന്ധി പൈസ കൊടുക്കണം? അല്ല, അങ്ങനെ വല്ല ഇടപാടുമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയധികം ട്രോൾ മഴയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്.